ദക്ഷിണ ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ആക്രമണത്തിൽ 8 പേർ മരിച്ചു. ഹിസ്ബുള്ള സ്വാധീന മേഖലകളിലാണ് വ്യോമാക്രമണം തുടരുന്നത്. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, ഈ വെടിനിർത്തൽ ധാരണയിൽ ലബനൻ ഉൾപ്പെടില്ലെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ചുള്ള ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ദക്ഷിണ ലബനനിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണല്ലോ. രോഹിണി, തീർച്ചയായും ഈ ആക്രമണം, അതായത് ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിശക്തമായ ആക്രമണം തുടരുമെന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ അറിയിച്ചത്. നമുക്കറിയാവുന്നതാണ്, സമാധാന ധാരണയുടെ ഭാഗമായി ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തൽ നടപ്പാക്കിയിട്ടുണ്ട്. ആ 2 ആഴ്ചത്തെ വെടിനിർത്തൽ നടപ്പാക്കിയ ആ പരിധിയിൽ ലബനൻ ഉൾപ്പെടുന്നില്ല. ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഉണ്ടാകുമെന്ന ഉറച്ച നീക്കം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഇക്കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 പേരുടെ മരണത്തിനിടയാക്കിയ അതിശക്തമായ ഒരു ആക്രമണം നടന്നത്. സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. എങ്കിൽ കൂടി ഈ മേഖലകളെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ IRGCയുടെ നേതൃത്വത്തിൽ വീണ്ടും ശാക്തീകരിക്കപ്പെട്ട ഹിസ്ബുള്ള ആ മേഖലകളിലെല്ലാം തന്നെ ജനവാസ മേഖലകളിൽ മിസൈലുകളും മറ്റു സംവിധാനങ്ങളും വിന്യസിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയുടെ അടിസ്ഥാനത്തിൽ വിന്യസിച്ച മിസൈലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നേരത്തെയും സമാന രീതിയിൽ 12ഓളം പേരുടെ മരണം നടന്ന ആക്രമണം ഇക്കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു. നിരവധി പേർക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ളയെ കൃത്യമായും നിയന്ത്രിക്കുക, ഇല്ലാതാക്കുക, ലബനനിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കുക എന്ന കൃത്യമായ നിലപാടാണുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ ആവശ്യപ്രകാരം ഹിസ്ബുള്ളയെ ആക്രമിക്കരുത് എന്നൊരു നിലപാട് നേരത്തെ ആ 10 സമാധാന നിർദ്ദേശങ്ങളിലുണ്ട് എങ്കിൽ കൂടി അത് അംഗീകരിക്കേണ്ടതില്ല എന്ന് കൃത്യമായി ഇസ്രായേൽ പറയുകയും വീണ്ടും ആക്രമണം തുടരുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് 8ലേറെ പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്.